ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8ാമത്തെ പാഠമാണ്. അളന്നു നോക്കാം. നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? നീബയുടെ വീട്. നീബ വരച്ച വീട് നോക്കൂ. നമുക്ക് ഈർക്കിൽ കൊണ്ട് ഒരു വീടുണ്ടാക്കിയാലോ? അപ്പോൾ നീബ വരച്ച വീടാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കും ഈർക്കിൽ കൊണ്ട് ഒരു വീടുണ്ടാക്കിയാലോ എന്നാണ് പറയുന്നത്. നീബ ഉണ്ടാക്കിയ വീടിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. കണ്ടില്ലേ? നീബ എത്ര ഈർക്കിലുകൾ ഉപയോഗിച്ചു? ഈർക്കിൽ കൊണ്ടാണ് വീടുണ്ടാക്കിയിരിക്കുന്നത്. അതിൽ എത്ര ഈർക്കിലുകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 ഈർക്കിലുകളാണ് ഉള്ളത്. ഇവയിൽ നീളം കൂടിയ ഈർക്കിലുകളും നീളം കുറഞ്ഞ ഈർക്കിലുകളും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. നമുക്കും ഒരു വീടുണ്ടാക്കാം. ഒരേ നീളമുള്ള ഈർക്കിലുകളും വേണമല്ലോ. അപ്പോൾ ഇതിൽ വലിയ ഈർക്കിലുകളും അതുപോലെ തന്നെ ചെറിയ ഈർക്കിലുകളും ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഒരേ നീളമുള്ള ഈർക്കിലുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ ഈർക്കിൽ വേണ്ടേ? എങ്ങനെ ഒരേ നീളത്തിൽ മുറിക്കും? കൂട്ടുകാരുമായി ചർച്ച ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ഒരേ നീളത്തിൽ ഈർക്കിൽ മുറിക്കണം. എന്ത് ചെയ്യണം? സ്കെയിലൊക്കെ എടുത്ത് അളക്കാൻ ഇപ്പോൾ നമുക്ക് അറിയില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അളവ് വെച്ച് ഒരേ നീളത്തിൽ ഈർക്കിലുകൾ ഒടിച്ചെടുക്കാം. ഞാനും ഈർക്കിൽ വീട് ഉണ്ടാക്കുന്നു. ഭിത്തിക്ക് വേണ്ടി എടുത്ത 2 ഈർക്കിൽ നോക്കൂ. അപ്പോൾ അതിൽ വലുതിന് ടിക്കിടാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേതാണ് വലുത് അല്ലേ? കണ്ടാൽ തന്നെ മനസ്സിലാകും. വലുതിന് തന്നെയാണോ ടിക്കിട്ടത്? എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടും ഒരേ നീളമാക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ വലുതിന് തന്നെയാണോ നിങ്ങൾ ടിക്കിട്ടിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇനി രണ്ടും ഒരേ നീളമാക്കണം. എന്തു ചെയ്യണം? ചേർത്ത് വെച്ച് വലുത് കണ്ടുപിടിക്കാം. ഏതാണ് അതിൽ വലുത് എന്ന് കണ്ടുപിടിച്ചിട്ട് വേണം രണ്ടും ഒരേ നീളമാക്കാൻ അല്ലേ? അപ്പോൾ രണ്ടും കൂടി ഒന്ന് ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് വലുത് മനസ്സിലാകും. എന്നിട്ട് എന്ത് ചെയ്യണം? വലുത് കുറച്ച് മുകളിലേക്ക് നിൽക്കും അല്ലേ? അപ്പോൾ രണ്ടിൻ്റെയും ഒരേ ഭാഗത്ത് പിടിച്ച് മുറിച്ചാൽ മതി. അപ്പോൾ രണ്ടും കൂടി ഒരേ നീളത്തിൽ നമുക്ക് കിട്ടും. ആ മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം മുറിച്ചു മാറ്റിയാൽ നമുക്ക് 2 ഈർക്കിലുകളും ഒരേ നീളത്തിൽ കിട്ടും. ഇതേ രീതിയിൽ വീടിന് വേണ്ട മറ്റ് ഈർക്കിലുകളും മുറിച്ചെടുത്ത് ഒട്ടിച്ച് നല്ലൊരു വീട് ഉണ്ടാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എളുപ്പ വഴി കണ്ടുപിടിക്കാമോ? നീബ അടുത്ത ദിവസം ക്ലാസ്സിൽ എത്തിയത് കുഞ്ഞനെ കൂട്ടിൽ എത്തിക്കാമോ എന്ന പ്രശ്നവുമായാണ്. തീപ്പെട്ടിക്കമ്പുകളിൽ കൂടി വേണം കുഞ്ഞന് വീട്ടിലെത്താൻ. കണ്ടില്ലേ? കുഞ്ഞനുറുമ്പിന് വീട്ടിലെത്താനുള്ള വഴി പറയാനാണ്. കുഞ്ഞന് വീട്ടിലെത്താൻ പല വഴികളില്ലേ? ഓരോ വഴിക്കും എത്ര തീപ്പെട്ടിക്കമ്പുകൾ വേണം? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് നോക്കൂ, നടുവിലുള്ള ആ വഴിയിലൂടെ. അപ്പോൾ 1 2 3 4 5 തീപ്പെട്ടിക്കമ്പുകളാണ് ആദ്യത്തെ വഴിയിൽ. ഇനി രണ്ടാമത്തെ വഴിയിലൂടെ പോകുമ്പോൾ 6 തീപ്പെട്ടിക്കമ്പുകൾ. മൂന്നാമത്തെ വഴിയിലോ? അവിടെയും 6 എണ്ണം. നാലാമത്തെ വഴിയിൽ 7 എണ്ണം. കണ്ടില്ലേ? ഇനി 5ാമത്തെ വഴി എന്ന് പറയുന്നത് അവിടെ 5 തീപ്പെട്ടിക്കമ്പുകളാണ് ഉള്ളത്. ഇനി 6ാമത്തെ വഴി എന്ന് പറയുന്നത് 8 തീപ്പെട്ടിക്കമ്പുകളാണ് വേണ്ടത്. 7ാമത്തേതോ? കണ്ടില്ലേ? 1 2 3 4 5 6. 8ാമത്തേതിലും 6 തീപ്പെട്ടിക്കമ്പുകൾ വേണം. ഇനി 9ാമത്തേതിൽ 8 എണ്ണമാണ് വേണ്ടത്. ഏറ്റവും കുറവ് ദൂരമുള്ള വഴിക്ക് എത്ര തീപ്പെട്ടിക്കമ്പ് ഉണ്ട്? ഏറ്റവും കുറവ് ഏതാണ്? 5 തീപ്പെട്ടിക്കമ്പാണ് അല്ലേ? നീളം അളക്കാം. വാതിലിൻ്റെ ഉയരം അളന്ന് നോക്കിയാലോ? കണ്ടില്ലേ? ടീച്ചർ അളക്കുകയാണ് വാതിലിൻ്റെ ഉയരം. വാതിലിൻ്റെ ഉയരമാണോ ടീച്ചറിൻ്റെ ഉയരമാണോ കൂടുതൽ? കണ്ടില്ലേ? വാതിലിൻ്റെ ഉയരമാണ് കൂടുതൽ. ടീച്ചറുടെ തല കഴിഞ്ഞിട്ടും വാതിലുണ്ട് അല്ലേ? അപ്പോൾ വാതിലിനാണ് നീളം കൂടുതൽ. നിങ്ങളുടെ ക്ലാസ്സിലെ ബെഞ്ചിൻ്റെ നീളവും ഡെസ്കിൻ്റെ നീളവും കമ്പ് ഉപയോഗിച്ച് അളന്നു നോക്കൂ. ഒരു കമ്പ് അല്ലെങ്കിൽ ഒരു വടിയെടുത്ത് ഇങ്ങനെ അളന്ന് നോക്കണം.
ആദ്യം ഒരു അറ്റത്ത് നിന്ന് തുടങ്ങണം. എന്നിട്ട് എത്ര തവണ ആ കമ്പ് ഡെസ്കിൽ വെക്കണമെന്ന് നോക്കുക. അതുപോലെ തന്നെ ബെഞ്ചും അളന്ന് നോക്കണം. അപ്പോൾ ഏതാണ് നീളം കൂടുതൽ എന്ന് എഴുതാം. ഞാൻ കണ്ടുപിടിച്ചത്, നിങ്ങൾ അളന്ന് കണ്ടുപിടിച്ചത് ഡെസ്കിൻ്റെ നീളം എത്ര കമ്പുണ്ട്, അതുപോലെ തന്നെ ബെഞ്ചിൻ്റെ നീളം എത്രയുണ്ട് അതും എഴുതണം. മേശയുടെ നീളം അളക്കാം. ക്ലാസ്സിലെ മേശയുടെ നീളം വിരൽ ഉപയോഗിച്ച് അളന്നാലോ? കണ്ടില്ലേ, ടീച്ചറും കുട്ടികളും മേശയുടെ നീളം അളക്കുകയാണ്. എങ്ങനെയാണ്? ഒരു കുട്ടി കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചു. തള്ളവിരലും ചെറുവിരലും ഉപയോഗിച്ചാണ് അളക്കുന്നത്. അതിൻ്റെ അത്ര വലുപ്പമാണ് നമ്മളിങ്ങനെ വെച്ച് അളന്നളന്ന് എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ ആ കുട്ടി അളക്കുന്നത്? അതുപോലെ നിങ്ങളും ചെയ്തു നോക്കണം. അപ്പോൾ മേശയുടെ നീളം ഞാൻ അളന്നത് എത്ര ചാണുണ്ട് എന്ന് നോക്കണം. അതുപോലെ തന്നെ കൂട്ടുകാരൻ അളന്നത് എത്ര ചാണുണ്ട് അത് എഴുതണം. ടീച്ചർ അളന്നത്, അപ്പോൾ നിങ്ങളുടെ കൈയും അതുപോലെ തന്നെ കൂട്ടുകാരൻ്റെ കൈയും ചെറുതായിരിക്കും അല്ലേ? ടീച്ചറുടെ കൈ കുറച്ച് വലുതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു 10 ചാണാണ് അളന്നത് എന്നുണ്ടെങ്കിൽ ടീച്ചർ അളക്കുമ്പോൾ എത്രയായിരിക്കും? 8 ആയിരിക്കും. കാരണം ടീച്ചറുടെ കൈ കുറച്ച് വലുതാണ് അല്ലേ? ഇനി മേശയുടെ ഉയരവും ഇതുപോലെ തന്നെ ചാൺ അളവിൽ കണ്ടുപിടിക്കണം. ടീച്ചർക്ക് കിട്ടിയതും നിങ്ങൾക്ക് കിട്ടിയതും ഒരുപോലെയാണോ? അല്ല അല്ലേ? നിങ്ങൾക്ക് കിട്ടിയത് കൂടുതൽ ചാണായിരിക്കും, ടീച്ചർക്ക് കിട്ടിയത് കുറവായിരിക്കും. കാരണം നിങ്ങളുടെ കൈ ചെറുതും ടീച്ചറുടെ കൈ വലുതുമാണ്. അപ്പോൾ അളവിനനുസരിച്ച് വ്യത്യാസം വരും. ഉയരം നോക്കാം. അമ്മയുടെ ഉയരം, ആ കട്ടയുടെ അളവാണ് പറയുന്നത്. 13 കട്ടയാണ് അമ്മയുടെ ഉയരം എന്ന് പറയുന്നത്. അതിനേക്കാൾ ഒരു കട്ട കൂടുതലാണ് അച്ഛൻ്റേത്, കണ്ടില്ലേ? അപ്പോൾ അച്ഛൻ്റെ ഉയരം എത്രയായിരിക്കും? 13 കൂട്ടണം 1 14 കട്ട അല്ലേ? ഇനി നീബയുടെ ഉയരം എത്രയാണ്? അച്ഛൻ്റെ കട്ടയുടേക്കാൾ അല്ലെങ്കിൽ അമ്മയുടെ കട്ടയിൽ നിന്ന് താഴോട്ട് എണ്ണിയാൽ മതി. അതുപോലെ തന്നെ നീബയുടെ സഹോദരൻ്റെ ഉയരവും നോക്കണം. നീബയുടെ സഹോദരൻ്റെ ഉയരം എന്ന് പറയുന്നത് 11, നീബയുടെ ഉയരം എന്ന് പറയുന്നത് 10. ചുവടെയുള്ള സാധനങ്ങളിൽ ഏറ്റവും നീളം കൂടിയതിന് 1, അതിൽ കുറവ് 2, അതിൽ കുറവ് 3 എന്നിങ്ങനെ ക്രമമായി നമ്പർ വട്ടത്തിൽ എഴുതൂ. അപ്പോൾ ഏറ്റവും നീളം കൂടിയതിന് 1 കൊടുക്കേണ്ടത്, അതിൽ കുറവുള്ളത് 2. അപ്പോൾ 1 വരുന്നത് പെന്നാണ് അല്ലേ? രണ്ടാമത്തേത് സ്പൂൺ, മൂന്നാമത്തേത് പെൻസിൽ, നാലാമത്തേത് സൂചി, അഞ്ചാമത്തേത് റബ്ബർ. ഇനി ഓരോന്നും എത്ര കളങ്ങളുണ്ട് എന്ന് എണ്ണി നോക്കാം. പെൻസിൽ 4, അതുപോലെ തന്നെ സ്പൂൺ 5, റബ്ബർ 2, പേന 7, സൂചി 3. നീബ തൻ്റെ അനിയൻ്റെ ഉയരം അളന്നത് നോക്കൂ. വീടിൻ്റെ ഭിത്തിയോട് ചേർന്ന് നിന്നു, കണ്ടില്ലേ നിൽക്കുന്നത്? പെൻസിൽ ഉപയോഗിച്ച് ഉയരം അടയാളപ്പെടുത്തി. തലയ്ക്ക് മുകളിൽ പെൻസിൽ ഉപയോഗിച്ച് അടയാളപ്പെടുത്തി. പെൻസിൽ ഉപയോഗിച്ച് നിങ്ങളുടെയും കൂട്ടുകാരൻ്റെയും ഉയരം കണ്ടുപിടിക്കൂ. ഇതുപോലെ കസേരയുടെ ഉയരവും പുസ്തകത്തിൻ്റെ നീളവും കണ്ടുപിടിക്കൂ. കസേരയുടെ ഉയരം എത്ര പെൻസിൽ വെച്ചിട്ടാണ് കസേരയുടെ ഉയരം കണ്ടുപിടിച്ചത് അതെഴുതണം. അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ നീളവും പെൻസിൽ എത്ര തവണ വെച്ചിട്ടാണ് അതിൻ്റെ നീളം നിങ്ങൾ കണ്ടുപിടിച്ചത് അതാണ് എഴുതേണ്ടത്. ഏതിൻ്റെ അളവാണ് കൂടുതൽ? നമുക്കറിയാം, എന്തായാലും കസേരയുടെ ഉയരമായിരിക്കും കൂടുതൽ. എത്ര കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്? 5 കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൻ്റെ നീളവും അതുപോലെ തന്നെ കസേരയുടെ ഉയരവുമൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. വണ്ണം കൂടിയ മരം. സ്കൂൾ ഗ്രൗണ്ടിലെ ഏതാനും മരങ്ങളുടെ വണ്ണം ചരട് ഉപയോഗിച്ച് കണ്ടുപിടിക്കൂ. ഏതിനാണ് വണ്ണം കൂടുതൽ? ഏതിനാണ്? കാണുമ്പോൾ തന്നെ അറിയാം, വണ്ണം അല്ലെങ്കിൽ തടി കൂടുതൽ 2 കുട്ടികൾ ചരട് കൊണ്ട് പിടിച്ച മരത്തിനാണ് അല്ലേ? അങ്ങനെ വണ്ണം കൂടുതലുള്ള മരത്തിന് ചരടും കൂടുതൽ വേണ്ടി വരും. വണ്ണം കുറവുള്ളതിനോ കുറച്ച് ചരട് മാത്രമേ ആവശ്യമുള്ളൂ. സ്റ്റാൻഡിംഗ് ജമ്പ്. ക്ലാസ്സിലെ കുട്ടികളിൽ ആരാണ് കൂടുതൽ ദൂരം ചാടുന്നത്? ചാടിയ ദൂരം അടയാളപ്പെടുത്തി കാൽപാദം ഉപയോഗിച്ച് അളക്കൂ.
അപ്പോൾ കുട്ടികൾ ചാടി അതിൻ്റെ ദൂരം എങ്ങനെയാണ് അളക്കാൻ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കാൽപാദം വെച്ച് എണ്ണി നോക്കണം. അപ്പോൾ ആദ്യം ഒരു തവണ വയ്ക്കുക, പിന്നെ അടുത്ത കാൽപാദം വയ്ക്കുക. അങ്ങനെ എത്ര തവണ കാൽപാദം വെച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കി ആരാണ് കൂടുതൽ ചാടിയത് എന്ന് കണ്ടുപിടിക്കാം. ഇനി ഭാരം കൂടിയതും കുറഞ്ഞതും. അമ്മയും നീബയും പഴക്കടയിലെത്തി. 1 കിലോ ആപ്പിളും 1 കിലോ ഓറഞ്ചും വേണം, അമ്മ പറഞ്ഞതാണ്. അപ്പോൾ നീബ പറയാണ്, അമ്മേ ആപ്പിൾ 6 എണ്ണമേ ഉള്ളൂ, ഓറഞ്ച് 9 എണ്ണമുണ്ട്. അതെന്താ അങ്ങനെയെന്ന്. ആപ്പിൾ 6 എണ്ണമേ ഉണ്ടാകൂ, പക്ഷേ ആപ്പിൾ വലുതായിരിക്കും. ഓറഞ്ച് 9 എണ്ണം ഉണ്ടാകും, പക്ഷേ അതിൻ്റെ വലിപ്പം ചെറുതായിരിക്കും. അതുകൊണ്ടാണ് ആപ്പിളിൻ്റെ എണ്ണം കുറഞ്ഞതും ഓറഞ്ചിൻ്റെ എണ്ണം കൂടിയതും. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇവിടെ ഒരു ആപ്പിളിനാണോ ഒരു ഓറഞ്ചിനാണോ ഭാരം കൂടുതൽ? എങ്ങനെ കണ്ടുപിടിക്കും? ഭാരം നോക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നോക്കൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ആപ്പിളിനാണോ ഓറഞ്ചിനാണോ ഭാരം കൂടുതൽ ഉണ്ടാവുക? ഒരു ആപ്പിളിനായിരിക്കും. ആപ്പിൾ വലുതായിരിക്കും, അതുകൊണ്ടാണ് അതിൻ്റെ എണ്ണം കുറഞ്ഞത്. ഇനി ഭാരം അളക്കുന്ന ഉപകരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ചിലതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അവരളന്ന് തരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കളിത്രാസ് ഉണ്ടാക്കാം. എന്തൊക്കെ സാധനങ്ങൾ വേണം? എങ്ങനെ ഉണ്ടാക്കും? ചിത്രത്തിൽ കാണുന്നത് പോലെ ത്രാസ് ഉണ്ടാക്കൂ. നിങ്ങളുടെ ബാഗിലെ വസ്തുക്കളിൽ ഏതിനാണ് ഭാരം കൂടുതൽ? അപ്പോൾ ചിരട്ട ഉപയോഗിച്ചാണ് ഇവിടെ ത്രാസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ബാഗിലെ ഏത് വസ്തുവിനാണ് ഭാരം കൂടുതൽ? ബുക്കിനാണ് അല്ലേ? അങ്ങനെ ഭാരം കൂടുതലുള്ളതിന് വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഭാരമുള്ളത് പുസ്തകമാണ്. അതുപോലെ തന്നെ വെള്ളമുണ്ടെങ്കിൽ നമ്മുടെ ആ വാട്ടർ ബോട്ടിലിന് ഭാരമുണ്ടാകും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുട, ബോക്സ്, പെന്ന്, പെൻസിൽ, റബ്ബർ, കട്ടർ ഇതൊക്കെ വരുന്നത്. വെള്ളം അളക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന പാത്രങ്ങളിൽ എത്ര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ അത് നിറയും? അപ്പോൾ വാട്ടർ ബോട്ടിലുണ്ട്, ജഗ്ഗുണ്ട്, കലമുണ്ട്. ഊഹിച്ച് എഴുതുന്നത്, അതായത് അളക്കുന്നതിന് മുമ്പ് എഴുതുന്ന അളവാണ് ഊഹിച്ചത്. ഇനി ശരിയായ അളവ്. നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൽ എത്ര ഗ്ലാസ് നിറച്ചാലാണ് അത് നിറയുക? അതുപോലെ തന്നെ ജഗ്ഗിൽ എത്ര ഗ്ലാസ് വെള്ളം ഒഴിക്കണം, കലത്തിൽ എത്ര ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പോൾ എല്ലാവരും ആദ്യം ഊഹിച്ചത് എഴുതണം. എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്ത് വെള്ളം നിറച്ച് നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൽ എത്ര കൊള്ളുന്നുണ്ട്, ജഗ്ഗിൽ എത്ര കൊള്ളുന്നുണ്ട്, കലത്തിൽ എത്ര കൊള്ളുന്നുണ്ട് എന്ന് ശരിയായി അളന്നെഴുതുകയും വേണം. ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത് ഏത് പാത്രത്തിലാണ്? കലത്തിലാണ് അല്ലേ? ഒരു ചെടിക്ക് 1 കപ്പ് വെള്ളം വേണം. 12 ചെടികൾക്ക് 12 കപ്പ് വെള്ളം വേണം. ഒരു ബക്കറ്റിൽ കൊള്ളുമോ? അവരുടെ കയ്യിലുള്ള ബക്കറ്റ് വളരെ ചെറുതാണ്. അപ്പോൾ അതിൽ കൊള്ളാൻ സാധ്യതയില്ല. കാരണം വലിയ ബക്കറ്റ് വേണം. 12 കപ്പ് വെള്ളം ഉണ്ട് അല്ലേ? വീട്ടിലെ ബക്കറ്റിൽ എത്ര കപ്പ് വെള്ളം കൊള്ളും? ഊഹിച്ചു പറയൂ. നിങ്ങളുടെ വീട്ടിലെ ബക്കറ്റിൽ എത്ര കപ്പ് വെള്ളം കൊള്ളും എന്ന് ഊഹിച്ചു പറയണം. ശരിയാണോ എന്ന് പരിശോധിക്കൂ. അതിനുശേഷം എന്ത് ചെയ്യണം? ഗ്ലാസ് ഉപയോഗിച്ച് ബക്കറ്റ് നിറച്ച് കണ്ടുപിടിക്കണം. ബക്കറ്റ് നിറയാൻ എത്ര കപ്പ് വെള്ളം വേണ്ടി വന്നു? അപ്പോൾ ശരിയായി നമുക്ക് അളന്ന് കണ്ടുപിടിച്ചാൽ മനസ്സിലാകും എത്ര കപ്പ് വെള്ളം വേണം ബക്കറ്റ് നിറയാനായിട്ട് എന്ന്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സാധനത്തിൻ്റെ നീളം അളക്കുന്നത്, അതുപോലെ തന്നെ ഭാരം, വണ്ണം എല്ലാം അളക്കുന്നത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ എല്ലാവരും പാഠഭാഗങ്ങൾ നന്നായി പഠിക്കണം. പറഞ്ഞിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു നോക്കണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്